ജിയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്, മുട്ടക്കൊഴലപ്പം. അതിനാവശ്യമായ സാധനങ്ങൾ: 1 കപ്പ് മൈദ, തേങ്ങ ചിരകിയത്, മഞ്ഞൾപ്പൊടി, 1 മുട്ട, ഏലക്ക, ജീരകം, ആവശ്യത്തിന് ഉപ്പ്. 1 കപ്പ് മൈദയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. സ്വല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് മാവ് രൂപത്തിലാക്കിയെടുക്കാം. അപ്പം നല്ല മാവിന്റെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. മാവ് നല്ല പോലെ അടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിനായി വെച്ചിരിക്കുന്നത് ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രമാണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണയോ നെയ്യോ വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഫ്ലെയിം കുറച്ച് കൊടുക്കണം, അതല്ലെങ്കിൽ ദോശ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ദോശ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ദോശയുടെ അകത്ത് വെക്കാനുള്ള ഫില്ലിങ്ങിനായി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാൻ പഞ്ചസാരയുടെ കാര്യം പറയാൻ ആദ്യം വിട്ടുപോയായിരുന്നു. ആ തേങ്ങയിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര വേണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ ശർക്കര ആയാലും മതി. ഏലക്കയും ജീരകം കൂടി പൊടിച്ചു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ദോശയിലേക്ക് ഇതൊന്ന് അല്പാൽപ്പായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മുട്ടക്കൊഴലപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിക്കുകയാണ്. ആളുടെ ഫേവറേറ്റ് ആണിത്. നമുക്ക് കൊടുക്കാം. പ്രത്യേക ടേസ്റ്റ് ആണ് കാണാൻ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ജിയ വ്ളോഗ്സ് എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.